Good morning. Today we are discussing about the reactions of alcohols. First, നമുക്ക് ഈ reactions involving COH bond cleavage, അതായത് കാർബൺ ഹൈഡ്രോക്സൈഡ് ബോണ്ടിനെ ക്ലീവ് ചെയ്യുന്ന reactions ആണ്. First one is reaction with the hydrogen halides. Hydrogen halides ആയിട്ടുള്ള reaction. When an alcohol is treated with the hydrogen halide HX, for say, is in presence of an anhydrous dehydrating agent like zinc chloride. Anhydrous zinc chloride വാട്ടറിനെ അബ്സോർബ് ചെയ്യും, gives Rx plus H2O. Then നമുക്ക് എന്താ പറയുക, വാട്ടർ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അൻഹൈഡ്രസ് സിങ്ക് ക്ലോറൈഡ് യൂസ് ചെയ്യുന്നത്. നമുക്ക് അറിയാവുന്ന പോലെ ദിസ് ഈസ് എ സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ. നിങ്ങൾ സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ്റെ മെക്കാനിക്സ് ഒക്കെ പഠിച്ചിട്ടുണ്ടാവും ഓൾറെഡി സെക്കൻഡ് ഇയറിൽ. ഇവിടെ in the case of a primary alcohol ആകുമ്പോൾ ഏതാ റിയാക്ഷൻ നടക്കുക? It will be SN2 reaction, കാരണം substitution nucleophilic bimolecular, that is involving a transition state and involves both the incoming nucleophile as well as the leaving group. Incoming nucleophile എന്തുകൊണ്ട് nucleophile എന്ന് പറയുന്നത് ഇവിടെ X minus ആണ്, നെഗറ്റീവ് ചാർജ് ഉള്ളതുകൊണ്ട് it is attracted to positive charge, so it is called a nucleophile, and the leaving group comes in the same transition state. That's why it's called a എന്താ പറയുക SN1 അല്ല SN2 റിയാക്ഷൻ. രണ്ട് മോളിക്യൂളും രണ്ടും ഇതിൽ ഇൻവോൾവ് ആയതുകൊണ്ടാണ്. സോ നമുക്ക് നോക്കാം. ഫസ്റ്റ് സ്റ്റെപ്പിൽ ഹൈഡ്രേഷൻ ആണ്, ഹൈഡ്രേഷൻ ഓഫ് ആൽക്കഹോൾ. ഈ ആൽക്കഹോൾ HX യൂസ് ചെയ്യുന്നിടത്ത് H+ ഈ ആൽക്കഹോളിലേക്ക് OH ഗ്രൂപ്പിലേക്ക് ഹൈഡ്രേഷൻ നടക്കുകയും OH2+ ഫോം ചെയ്യുകയും ചെയ്യും. സെക്കൻഡ് സ്റ്റെപ്പിൽ ദ ഇൻകമിങ് nucleophile starts to form a bond with the carbon while the leaving group starts to leave. പാർഷ്യൽ ബോണ്ട് ഉണ്ടായിരിക്കും. അപ്പോൾ ഒരേ സമയം ഇത് 5 member ട്രാൻസിഷൻ സ്റ്റേറ്റ് ആണ്, വിച്ച് ഈസ് ഹൈലി അൺസ്റ്റേബിൾ. കാരണം ഈ കാർബണിലേക്ക് 5 വാലൻസി ഉണ്ടാവും. ഈ ഇൻകമിങ് ന്യൂക്ലിയോഫൈൽ പാർഷ്യലി അറ്റാച്ച്ഡ് ആണ്, പുറത്തേക്ക് പോകുന്ന ലീവിംഗ് ഗ്രൂപ്പും പാർഷ്യലി അറ്റാച്ച്ഡ് ആണ്. ആൻഡ് ദർ ഇസ് എ ചാർജ് സെപ്പറേഷൻ. ഈ ഇൻകമിങ് ന്യൂക്ലിയോഫൈലിൻ്റെ സൈഡിൽ ഡെൽറ്റ നെഗറ്റീവ് ചാർജും ലീവിംഗ് ഗ്രൂപ്പിൻ്റെ സൈഡിൽ ഡെൽറ്റ പോസിറ്റീവ് ചാർജും ഉണ്ടായിരിക്കും. ആൻഡ് ഇൻ ദ നെക്സ്റ്റ് സ്റ്റെപ്പ് ഇത് അൺസ്റ്റേബിൾ ആയതുകൊണ്ട് തന്നെ ഇറ്റ് ഫോംസ് XR plus H2O. അപ്പോൾ രണ്ടും ഇതിൽ ഇൻവോൾവ് ആയതുകൊണ്ട് ഇത് രണ്ട് റേറ്റ് ഓഫ് ദ റിയാക്ഷൻ വിൽ ഡിപ്പെൻഡ് അപ്പോൺ റേറ്റ് ഈക്വൽ ടു കോൺസെൻട്രേഷൻ ഓഫ് X minus ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് ROH2. സോ ദിസ് ഈസ് കോൾഡ് എ ബൈമോളിക്കുലർ റിയാക്ഷൻ ഓർ SN2 റിയാക്ഷൻ. രണ്ട് മോളിക്യൂൾസ് ഇൻവോൾവ് ആണ് റേറ്റ് ഡിറ്റർമിനിങ് സ്റ്റെപ്പിൽ എന്നുള്ളതുകൊണ്ടാണ് SN2 എന്ന് പറയുന്നത്. ദെൻ സെക്കൻഡറി ആൻഡ് ടെർഷ്യറി ആണെങ്കിൽ ഏത് ടൈപ്പ് റിയാക്ഷൻ നടക്കുക? SN1 റിയാക്ഷൻ വിച്ച് ഇൻവോൾവ്സ് എ കാർബോകാറ്റയോൺ ഇൻ്റർമീഡിയറ്റ്. കാർബോകാറ്റയോൺ ഫോം ചെയ്യും. രണ്ട് സ്റ്റെപ്പിലാണ് റിയാക്ഷൻ നടക്കുക. ഇത് ഒറ്റ സ്റ്റെപ്പിലാണ് റിയാക്ഷൻ നടക്കുന്നത്. ഇവിടെ രണ്ട് സ്റ്റെപ്പിലായിട്ടാണ് റിയാക്ഷൻ നടക്കുക. ROH plus HX gives ROH2 plus X minus. ഫസ്റ്റ് സ്റ്റെപ്പ് നോട്ട് ദ ഫസ്റ്റ് സ്റ്റെപ്പ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രോട്ടോണേഷൻ്റെ സ്റ്റെപ്പിനെ നമ്മൾ റിയാക്ഷൻ്റെ സ്റ്റെപ്പായിട്ട് അങ്ങനെ കൂട്ടില്ല ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷനിൽ. ROH2+ എന്താ പറയുക വാട്ടർ എലിമിനേറ്റ് ചെയ്തിട്ട് R+ കാർബോകാറ്റയോൺ പ്ലസ് H2O ഫോം ചെയ്യും. അടുത്ത സ്റ്റെപ്പിൽ ഈ കാർബോകാറ്റയോണിലേക്ക് X മൈനസ് ആഡ് ചെയ്യുകയും RX ഫോം ചെയ്യുകയും ചെയ്യും. അപ്പോൾ സെക്കൻഡറി ആൻഡ് ടെർഷ്യറി കാർബോകാറ്റയോണിൻ്റെ പ്രത്യേകത എന്താ? ദേ വിൽ ബി സ്റ്റെബിലൈസ്ഡ് ബൈ ഹൈപ്പർ കോഞ്ചുഗേഷൻ. ഹൈപ്പർ കോഞ്ചുഗേഷൻ കാരണം സ്റ്റെബിലിറ്റി ഉണ്ടായിരിക്കും. സോ ദേ ടെൻഡ് ടു ഫോം കാർബോകാറ്റയോൺസ് വെരി ഈസിലി. The secondary and tertiary carbocations, tertiary alcohols tend to form a carbocation which is very stable. വളരെ സ്റ്റേബിൾ ആയിട്ടുള്ളൊരു കാർബോകാറ്റയോൺ ഫോം ചെയ്യുന്നു. അപ്പോൾ അതുകൊണ്ടാണ് എന്താ പറയുക ഈ റിയാക്ഷൻ SN2 റിയാക്ഷൻ SN1 റിയാക്ഷൻ നടക്കുന്നത്. അതായത് യൂണിമോളിക്കുലർ. റേറ്റ് ഡിറ്റർമിനിങ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈ എന്താ പറയുക ഇതിൻ്റെ മാത്രം കോൺസെൻട്രേഷനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു, ROHൻ്റെ മാത്രം കോൺസെൻട്രേഷൻ. ദാറ്റ് ഈസ് വൈ ഇറ്റ്സ് കോൾഡ് SN1 റിയാക്ഷൻ. ഇത് നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുള്ളതാണ്. ഇതിൻ്റെ സ്റ്റീരിയോ കെമിസ്ട്രി ഒക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. എന്തുകൊണ്ടാണ് അത് തിരിച്ചെഴുതിയത്? ഇൻ ദ കേസ് ഓഫ് ആൻ SN2 റിയാക്ഷൻ ദ സ്റ്റീരിയോ കെമിസ്ട്രി ഗെറ്റ്സ് റിവേഴ്സ്ഡ്. അതായത് ഇൻവേർഷൻ ഓഫ് കോൺഫിഗറേഷൻ നടക്കും. ഒരു കുട തലതിരിയും പോലെ ഇവിടെ ഇപ്പുറത്തായിരുന്നു ഗ്രൂപ്പ് വെച്ചാൽ ഇങ്ങോട്ട് ഗ്രൂപ്പായി. ഇൻവേർഷൻ ഓഫ് കോൺഫിഗറേഷൻ ഓക്കേഴ്സ്. കാർബോകാറ്റയോൺ ഇൻ്റർമീഡിയറ്റ് ഫോം ചെയ്യുന്ന കേസിലാണെങ്കിൽ റെസിമിക് മിക്സ്ചറാണ് ഫോം ചെയ്യുക. ഒപ്റ്റിക്കലി ആക്റ്റീവ് കോമ്പൗണ്ട്സ് ആണെങ്കിൽ, കാരണം രണ്ട് സൈഡിൽ നിന്ന് ഒരേപോലെ അറ്റാക്ക് നടക്കാം എന്നുള്ളതുകൊണ്ട് we will get a racemic mixture, racemization നടക്കും. അപ്പോൾ എക്സാമ്പിൾ CH3CHOH CH3 plus HCl in presence of zinc chloride. ഇതായിരുന്നു 2-propanol or isopropanol, which will give CH3CHCl CH3 plus H2O, which is 2-chloropropane. And the reactivity
in the case of hydrogen halides is HI less than HBr, H less than HCl. കാരണം HCl ബോണ്ടിനെ ബ്രേക്ക് ചെയ്യൽ താരതമ്യേന എന്താ പറയുക പ്രയാസമാണ് കമ്പയർഡ് ടു HI. അതുകൊണ്ടാണ് ഇത് എന്താ പറയുക അത്ര എളുപ്പത്തിൽ നടക്കാത്തത്. ഓൾസോ കാർബോകാറ്റോൺ സ്റ്റെബിലിറ്റിയുടെ ഓർഡറിലാണ് നമ്മളിതിൻ്റെ സാധാരണ ആൽക്കൈൽ ഹാലൈഡ്സിൻ്റെ റിയാക്ടിവിറ്റി വരിക. ആസ് വി നോ, allyl and benzyl carbocations are stabilized by resonance. അല്ലൈലും ബെൻസൈലും കാർബോകാറ്റോൺസ് റെസൊണൻസ് സ്റ്റെബിലൈസ്ഡ് ആണ്. സോ ദേ ആർ ദ മോസ്റ്റ് സ്റ്റേബിൾ. സോ allyl and benzyl ഗ്രൂപ്പുകളിൽ ഈ റിയാക്ഷൻ നടക്കാൻ സാധ്യത കൂടും. ദെൻ ടെർഷ്യറി കാർബോകാറ്റോൺ വളരെ സ്റ്റേബിൾ ആയതുകൊണ്ട്, കാരണം ധാരാളം ഹൈപ്പർ കോൺജുഗേറ്റീവ് സ്ട്രക്ചേഴ്സ് ഉണ്ട്. ദെൻ സെക്കൻഡറി ഫോളോഡ് ബൈ പ്രൈമറി ഫോളോഡ് ബൈ മീഥൈൽ ആൽക്കഹോൾ. മീഥൈൽ ആൽക്കഹോൾ ലീസ്റ്റ് റിയാക്റ്റീവ് ആയിരിക്കും, കാരണം അതിൽ കാർബോകാറ്റോൺ സ്റ്റെബിലിറ്റി ഉണ്ടാവില്ല. അതുകൊണ്ട് ഇതിൻ്റെ നേർക്കാണ് കേട്ടോ, SN1 കേസിലാണ്. ദെൻ അനദർ റിയാക്ഷൻ വിത്ത് ഫോസ്ഫറസ് ഹാലൈഡ്സ് ആൻഡ് തയനൈൽ ക്ലോറൈഡ്. ഫോസ്ഫറസ് ഹാലൈഡ്സും തയനൈൽ ക്ലോറൈഡുമായിട്ടുള്ള റിയാക്ഷനാണ്. ROH plus PH3, PCl3 ആവാം, PBr3 ആവാം, PI3 ആവാം, അല്ലെങ്കിൽ PCl5 ആവാം, PBr5 ആവാം, PI5 ഇല്ലെന്ന് തോന്നുന്നു. ROH plus PH3 gives RX plus H3PO3. Then ROH plus PH5 gives RX plus HX plus POX3. ഏതായാലും റിയാക്ഷൻ്റെ ഭാഗമായിട്ട് ആൽക്കൈൽ ഹാലൈഡ് ഫോം ചെയ്യും. ഓൾസോ തയനൈൽ ക്ലോറൈഡ് ഓൾസോ റിയാക്ട്സ് ഇൻ ദ സെയിം മാനർ ടു ഫോം ആൻ ആൽക്കൈൽ ഹാലൈഡ്. ഇതിൽ 2-propanol റിയാക്ട്സ് വിത്ത് തയനൈൽ ക്ലോറൈഡ് ഫോമിങ് 2-chloropropane plus SO2 plus HCl. ഇവിടെ PBr3ക്ക് പകരം ഫോസ്ഫറസ് പ്ലസ് ബ്രോമിനോ ഫോസ്ഫറസ് സൈഡിനോ ഉപയോഗിക്കുകയും ചെയ്യാം. Another reaction is dehydration. Dehydration reaction is basically an elimination reaction. Concentrated sulfuric acid in concentrated phosphoric acid in presence with in presence of anhydrous zinc chloride or anhydrous aluminium chloride, aluminium hydroxide, alumina. ഇത് വാട്ടർ അബ്സോർബിംഗ് ഏജന്റ് ആയിട്ട് ആക്ട് ചെയ്യും. ഇവിടെ CH3CH2OH in presence of concentrated H2SO4 at high temperature gives an alkene plus H2O. ഇവിടെ കിട്ടുന്നത് എത്തിലീനാണ്. ഇതിൻ്റെ മെക്കാനിസം നോക്കാം. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഫോർമേഷൻ ഓഫ് പ്രോട്ടോണേറ്റഡ് ആൽക്കഹോൾ. ഈ ആൽക്കഹോളിലേക്ക് പ്രോട്ടോണേറ്റ് ചെയ്തിട്ട് ഇവിടെ OH2+ വരും. ആൻഡ് നെക്സ്റ്റ് സ്റ്റെപ്പ് ഡിസോസിയേഷൻ ടു കാർബോകാറ്റോൺ. ഈ വാട്ടർ അങ്ങോട്ട് എലിമിനേറ്റ് ചെയ്യും, -H2O. ദിസ് വിൽ ഗീവ് എ കാർബോകാറ്റോൺ, ഒരു കാർബോകാറ്റോൺ കിട്ടും. ദെൻ അടുത്ത സ്റ്റെപ്പിൽ ഈ പ്രോട്ടോണിൻ്റെ ലോസ് ആണ്. സോ ഇറ്റ് വിൽ ഫോം C+C, ഒരു ആൽക്കീൻ ഫോം ചെയ്യും. ഇവിടെ ദ റിയാക്ടിവിറ്റി വിൽ ബി ഇൻ ദ ഓർഡർ ടെർഷ്യറി, സെക്കൻഡറി, പ്രൈമറി. എന്തുകൊണ്ടാണ്? കാർബോകാറ്റോൺ സ്റ്റെബിലിറ്റി. ഇവിടെ ഈ കാർബോകാറ്റോൺ ഇന്റർമീഡിയറ്റ് ആണ് ഫോം ചെയ്യുന്നത്. സോ ഇറ്റ് വിൽ ബി ടെർഷ്യറി, സെക്കൻഡറി, പ്രൈമറി. ഇതൊരു ടൈപ്പ് ഓഫ് ഇത് എലിമിനേഷൻ റിയാക്ഷനാണ്. ആൻഡ് പ്രശ്നം അപ്പോഴല്ല വരുന്നത്, കാർബോകാറ്റോൺ ഉള്ളതുകൊണ്ട് തന്നെ കാർബോകാറ്റോൺ റീഅറേഞ്ച്മെന്റ് എവിടെയൊക്കെ പോസിബിൾ ആണോ ദെൻ വി വിൽ ഗെറ്റ് മിക്സ്ചർ ഓഫ് പ്രോഡക്ട്സ്. നോർമൽ കേസിൽ കുഴപ്പമില്ല. ഇപ്പോൾ ഈ കേസിൽ ഒരു പ്രോഡക്റ്റിനെ ചാൻസ് ഉള്ളൂ. അതല്ല, അൺസിമെട്രിക്കൽ പ്രോഡക്റ്റ് ആണ് വരാൻ ഉള്ള സാധ്യത ഉണ്ടെങ്കിൽ എപ്പോഴും കാർബോകാറ്റോൺ റീഅറേഞ്ച്മെന്റ് നടക്കാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട്. ഫോർ എക്സാമ്പിൾ CH3CH2CH2CH2OH എടുക്കുക. ഇപ്പോൾ H+ ആഡ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യും? H+ -H2O, അതും കൂടി അവിടെ എഴുതണം. എന്നിട്ട് വാട്ടർ എലിമിനേറ്റ് ചെയ്യുന്ന സമയത്ത് we will get CH3CH2CH2CH2+, ഒരു കാർബോകാറ്റോൺ കിട്ടും. പക്ഷേ ഈ കാർബോകാറ്റോണിൽ ഒരു ഹൈഡ്രേറ്റ് ഷിഫ്റ്റ് നടന്നു കഴിഞ്ഞാൽ ഇങ്ങോട്ട് പോസിറ്റീവ് ചാർജ് വന്നാൽ ഇറ്റ് വിൽ ബിക്കം മോർ സ്റ്റേബിൾ. ഇതിന് കൂടുതൽ സ്റ്റെബിലിറ്റി വരും. അപ്പോൾ ഇറ്റ് റീഅറേഞ്ചസ് ടു ഗിവ് CH3CH2CH+CH3. അപ്പോൾ എന്തൊക്കെ പ്രോഡക്റ്റ് കിട്ടും? 2 പ്രോഡക്റ്റ് കിട്ടും. ഏതൊക്കെയാണ് കിട്ടുക? അടുത്ത സ്റ്റെപ്പ് ഇതിന്ന് പ്രോട്ടോൺ ലൂസ് ചെയ്യാണ്. അപ്പോൾ ഇവിടുന്ന് പ്രോട്ടോൺ ലൂസ് ചെയ്താൽ എന്ത് കിട്ടും? CH3CH2CH2 കിട്ടും, വിച്ച് ഈസ് 1 butene. ഇനി ഇവിടുന്നാണെങ്കിലോ ഇവിടുന്ന് പ്രോട്ടോൺ ലൂസ് ചെയ്യും. അപ്പോൾ CH3CH+CH3 വിച്ച് ഈസ് 2 butene. ദിസ് ഈസ് 1 butene ആൻഡ് ദിസ് വിൽ ഗിവ് 1 butene ആൻഡ് ദിസ് വിൽ ഗിവ് 2 butene. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു മെക്കാനിസം എന്ന് പറയുന്നത് ഡീഹൈഡ്രേഷൻ റിയാക്ഷൻ്റെ. It occurs in presence of concentrated sulfuric acid or concentrated phosphoric acid in presence of anhydrous zinc chloride or anhydrous alumina. Then അടുത്ത റിയാക്ഷൻസ് എന്ന് പറയുന്നത് OH ബോണ്ട് ക്ലീവേജ് ആണ്. OH ബോണ്ടിൻ്റെ ക്ലീവേജ് റിയാക്ഷൻ വിത്ത് മെറ്റൽസ് ഫോർ എക്സാമ്പിൾ. അതായത് വളരെ ആൽക്കഹോളിന് ചെറിയൊരു അസിഡിക് ക്യാരക്ടർ ഉണ്ട്. സോ ഇറ്റ് വിൽ റിയാക്ട് വിത്ത് മെറ്റൽസ് ഫോമിങ് ആൽക്കോക്സൈഡ്സ് ഫോം ചെയ്യും.
റിയാക്റ്റീവ് മെറ്റൽസ് ആയ സോഡിയം, പൊട്ടാസ്യം, മഗ്നീഷ്യം, അലുമിനിയം ഇതൊക്കെ ആയിട്ട് റിയാക്ട് ചെയ്തിട്ടാണ് സാധാരണ ആൽക്കോക്സൈഡ് ഫോം ചെയ്യുക. ROH പ്ലസ് Na നമ്മൾ പലതിലും കാറ്റലിസ്റ്റ് ആയിട്ടും പലതിലും റിയാക്ഷനിലൊക്കെ ആൽക്കോക്സൈഡ്സ് ഉപയോഗിക്കാറുണ്ട്. RO മൈനസ് Na പ്ലസ് ഹാഫ് H2. എച്ചിനെ റിമൂവ് ചെയ്തിട്ട് അവിടെ സോഡിയം വരും. ഇനി CH3 thrice COH പ്ലസ് അലുമിനിയം ഗിവ്സ് CH3 thrice CO thrice Al പ്ലസ് 1.5 H2. അതായത് ഇവിടെ ത്രൈസ് വരും, കാരണം അലുമിനിയത്തിൻ്റെ ബാലൻസ് നിങ്ങൾക്ക് അറിയാവുന്ന പോലെ 3 ആണ്. അനദർ റിയാക്ഷൻ ഈസ് എസ്റ്ററിഫിക്കേഷൻ റിയാക്ഷൻ. ഇവിടെ ക്ലീവേജ് മനസ്സിലായല്ലോ നിങ്ങൾക്ക് അല്ലേ? ഇവിടെ ക്ലീവ് ചെയ്യുന്നത് ഏത് ബോണ്ടാണ്? OH ബോണ്ട് ക്ലീവ് ചെയ്തിട്ട് ആ ഹൈഡ്രജൻ മാറിയിട്ട് ഇവിടെയാണ് മെറ്റൽ വരുന്നത്. നെക്സ്റ്റ് ഈസ് എസ്റ്ററിഫിക്കേഷൻ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന വളരെ കോമൺ ആയിട്ടുള്ള റിയാക്ഷനാണ്. RCOH പ്ലസ് R-OH ഇൻ പ്രസൻസ് ഓഫ് എ മിനറൽ ആസിഡ് വിൽ ഗീവ് an ester RCOR- plus H2O. ഈ റിയാക്ഷൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ദിസ് ഈസ് എ റിവേഴ്സിബിൾ റിയാക്ഷൻ. കാരണം ബാക്ക്വേർഡ് ഡയറക്ഷനിലേക്ക് ഷിഫ്റ്റ് ചെയ്യും. എസ്റ്റർ ഫോം ചെയ്താൽ അത് സ്ഥിരമായിട്ട് നിൽക്കൊന്നുമില്ല, തിരിച്ച് ഷിഫ്റ്റ് ചെയ്യും. അപ്പോൾ ചെയ്യാന്നുള്ളത് ഇതിന് പലപ്പോഴും നിങ്ങൾ ലാബിലൊക്കെ ചെയ്യുമ്പോൾ എസ്റ്റർ കിട്ടാതെ പോകാറുള്ളതിൻ്റെ ഒരു കാരണം കൂടി ഇതാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് റിവേഴ്സിബിൾ റിയാക്ഷൻ ആയതുകൊണ്ട് ഒന്നുകിൽ ഇതിനെ റിമൂവ് ചെയ്യണം, വളരെ പ്രൊഡക്റ്റിനെ റിമൂവ് ചെയ്തുകൊണ്ടിരിക്കണം, അല്ലെങ്കിൽ ഒരു റിയാക്റ്റൻ്റെ എക്സസ് എടുക്കണം. എന്നാലേ ശരിക്കും ഈ റിയാക്ഷനെ ഫോർവേഡ് ഡയറക്ഷനിലേക്ക് എന്താ പറയുക ഷിഫ്റ്റ് ചെയ്യിക്കാൻ പറ്റും. വൺ ഓഫ് ദ എക്സാമ്പിൾ CH3 CH2 COH പ്ലസ് C2H5OH ഗീവ്സ് CH3 CH2 CH2 COO C2H5. ഇതിനെന്താ പറയുക? 1 2 3 എന്തായിരിക്കും പേരിടുക? അത് ഏതൊക്കെ റിയാക്ട് ചെയ്യുന്നത്? CH3 CH2 COH പ്രൊപ്പനോയിക് ആസിഡ് പ്ലസ് ഏതായിരുന്നു? C2H5OH എത്തനോൾ. സോ വി വിൽ ഗെറ്റ് an ester which എസ്റ്ററിന്റെ ഫോം എന്താ? പേരെന്താ? ഈഥൈൽ പ്രൊപ്പനോയേറ്റ് എന്ന് പറഞ്ഞ എസ്റ്റർ കിട്ടും. ഇനി ഇതിനെ തന്നെ കൂടുതൽ എഫക്റ്റീവായിട്ട് നടത്താൻ വേണ്ടിയിട്ടുള്ള ഒരു മെത്തേഡാണ് ഫിഷർ സ്പീസർ എസ്റ്ററിഫിക്കേഷൻ റിയാക്ഷൻ എന്ന് പറയും. ഈ റിയാക്ഷൻ മിക്സ്ചർ കൂടെ, അതായത് ആൽക്കഹോളും ആസിഡും അടങ്ങിയ മിക്സ്ചർ കൂടെ ഡ്രൈ HCl ഗ്യാസ് പാസ് ചെയ്യുകയാണെങ്കിൽ വി വിൽ ഗെറ്റ് ഗുഡ് yield ഓഫ് എസ്റ്റർ വിച്ച് ഈസ് കോൾഡ് ഫിഷർ സ്പീസർ എസ്റ്ററിഫിക്കേഷൻ. ഇതിൻ്റെ മെക്കാനിസം ഞാൻ ഇവിടെ ഡീറ്റെയിൽഡ് ആയിട്ട് ചർച്ച ചെയ്യുന്നില്ല, ബിക്കോസ് യു ഹാവ് സ്റ്റഡീഡ് ഇറ്റ് ഇൻ കാർബോക്സിലിക് ആസിഡ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും. ഇനി അതല്ല പഠിച്ചിട്ടില്ല എങ്കിൽ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഇനി ഇതിൻ്റെ റിയാക്ടിവിറ്റി ഓർഡറാണ്. CH3OH ഈസ് ദ മോസ്റ്റ് റിയാക്റ്റീവ്, ഫോളോഡ് ബൈ പ്രൈമറി, സെക്കൻഡറി, ടെർഷ്യറി. എന്തുകൊണ്ടായിരിക്കും ഇത്? ഈ O ഗ്രൂപ്പിലെ ആക്സസിബിൾ ആവണം. O ഗ്രൂപ്പിലേക്കാണ് ആസിഡ് വന്ന് അറ്റാച്ച് ചെയ്യുക. അപ്പോൾ ടെർഷ്യറി ഗ്രൂപ്പ് ആകുമ്പോഴുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി ഹാവിങ് സ്റ്റെറിക് ഹിൻഡ്രൻസ്, സ്റ്റെറിക് ക്രൗഡിങ് ഉണ്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ടെർഷ്യറി വിൽ ബി ലീസ്റ്റ് റിയാക്റ്റീവ്. സെക്കൻഡറിയിലാകുമ്പോൾ കുറച്ച് ക്രൗഡിങ് കുറവുണ്ടാവും, അപ്പോൾ അതുകൊണ്ട് ഇതിനേക്കാളും ബെറ്റർ ആയിട്ട് റിയാക്ട് ചെയ്യും. പ്രൈമറിയിലാണെങ്കിൽ ക്രൗഡിങ് കുറവാണ്, അതുകൊണ്ട് അത് കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് റിയാക്ട് ചെയ്യും. ദിസ് വിൽ റിയാക്ട് ഈവൻ മോർ ഫാസ്റ്റ്. മെത്തനോൾ വളരെ ഫാസ്റ്റായിട്ട് റിയാക്ട് ചെയ്യും. ഈ ഒരു പ്രോപ്പർട്ടി നമ്മൾ യൂസ് ചെയ്യുന്നത് ബയോഡീസലിൻ്റെ പ്രിപ്പറേഷനാണ്. ഫാറ്റി ആസിഡ് മീഥൈൽ എസ്റ്റേഴ്സ് ആണ് നമ്മൾ ഉണ്ടാക്കുന്നത്. ബയോഡീസൽ, ഫാറ്റി ആസിഡ് മീഥൈൽ എസ്റ്റേഴ്സ്. അപ്പോൾ മെത്തനോൾ യൂസ് ചെയ്യാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മെത്തനോൾ ഇസ് ഹൈലി റിയാക്റ്റീവ് ടുവേഴ്സ് എസ്റ്ററിഫിക്കേഷൻ കമ്പയർഡ് ടു ഓൾ ദ അതർ ആൽക്കഹോൾസ്. അപ്പോൾ അതുകൊണ്ടാണ് മെത്തനോൾ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത്. ഇനി ആസിഡിൻ്റെ കേസ് എടുത്തു കഴിഞ്ഞാൽ HCOH ഈസ് ദ മോസ്റ്റ് റിയാക്റ്റീവ്. നേരത്തെ പറഞ്ഞ അതേ ലോജിക്കാണ്, സ്റ്റെറിക് ക്രൗഡിങ് കുറയ്ക്കുക എന്നുള്ളതാണ്. CH3COH അതിനേക്കാൾ കുറവായിരിക്കും. RCH2COH കുറേയും കൂടി കുറവായിരിക്കും. ദെൻ സെക്കൻഡറി കാർബോക്സിലിക് ആസിഡ് രണ്ടാൽക്കൈൽ ഗ്രൂപ്പുള്ള R2CHCOH ആണെങ്കിൽ ഇറ്റ് വിൽ ബി മോർ ലെസ് റിയാക്റ്റീവ്. ദെൻ R3COH ആണെങ്കിൽ ഇറ്റ് വിൽ ബി ദ ലീസ്റ്റ് റിയാക്റ്റീവ്. ഇവിടെ ഒരു ഡിസിസീവ് ഫാക്ടർ എന്ന് പറയുന്നത് സ്റ്റെറിക് ക്രൗഡിംഗ് ആണ്. സ്റ്റെറിക് ക്രൗഡിംഗ് കുറയ്ക്കാൻ വേണ്ടിയിട്ടായിരിക്കും ഇത് ശ്രമിക്കുക. താങ്ക് യു.